പ്രകൃതി അതിന്റെ രൗദ്രഭാവം പൂർണ്ണമായും പുറത്തെടുത്ത ഒരു രാത്രിയായിരുന്നു അത്. ആകാശം കരിമ്പടം പുതച്ചു കിടക്കുന്നു. ഇടയ്ക്കിടെ കീറിമുറിക്കുന്ന മിന്നൽ പിണറുകൾ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. മലനിരകളെപ്പോലും നടുക്കുന്ന കാതടപ്പിക്കുന്ന ഇടിമുഴക്കം. ആകാശത്ത് നിന്നാരോ വാരിച്ചൊരിയുന്നതുപോലെ തോരാത്ത പെരുമഴ. ഗ്രാമം മുഴുവൻ ആ പേമാരിയിൽ മുങ്ങിത്താഴ്ന്നതുപോലെ തോന്നി. ചെവിയിലലർന്ന കാറ്റ് മരച്ചില്ലകളെ ഒടിച്ചുതൂക്കാൻ വെമ്പൽ കൊണ്ടു. ആ വിജനമായ ചെളിയും കല്ലും നിറഞ്ഞ ഇടവഴിയിലൂടെ ഒരു നിഴൽ രൂപം ഓടുകയായിരുന്നു. പാർവതി. അവളുടെ ശ്വാസം ഓരോ നിമിഷവും നിലയ്ക്കാറായതുപോലെ തോന്നി. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. മുടിയിഴകൾ മുഖത്ത് അലസമായി വീണുകിടക്കുന്നു. കാലുകളിൽ മുള്ളുകളും കൂർത്ത കല്ലുകളും തറച്ചു കയറി ചോര വാർന്നു. ആ വേദനയൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ നെഞ്ചോട് ചേർത്തു പിടിച്ച ആ തുണിപ്പൊതിയിലായിരുന്നു. അവളുടെ ജീവശ്വാസമായ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. തണുത്ത കാറ്റ് അവളുടെ അസ്ഥികളിലേക്ക് തുളച്ചുകയറി. കൈകൾ മരവിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് തണുപ്പേൽക്കാതിരിക്കാൻ അവൾ സാരിത്തുമ്പുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും പുതപ്പിച്ചു. അമ്മേ എന്നൊരു വിളി അവളുടെ മനസ്സിലുയർന്നു. പക്ഷേ പുറത്തേക്ക് വരാൻ ആ ശബ്ദത്തിന് ത്രാണിയില്ലായിരുന്നു. ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾ ഭയന്നു. പിന്നിൽ മരണത്തിന്റെ കാലൊച്ചകൾ കേൾക്കുന്നുണ്ടോ? ഓരോ ഇടിമുഴക്കവും രാഘവന്റെ ക്രോധം നിറഞ്ഞ അലർച്ച പോലെയാണ് അവൾക്ക് തോന്നിയത്. പെണ്ണാണെങ്കിൽ പച്ചയ്ക്ക് കുഴിച്ചുമൂടും ഞാൻ. ആ വാക്കുകൾ മഴയുടെ ഇരമ്പലിനിടയിലും അവരുടെ കാതുകളിൽ മാറ്റുലികൊണ്ടു. വഴിയിലെ ചെളിയിൽ കാൽവഴുതി അവൾ വീഴാൻ പോയി. പെട്ടെന്നൊരു മരത്തിന്റെ വേരിൽ പിടിച്ച് അവൾ ബാലൻസ് ചെയ്തു. കണ്ണിനു മുന്നിൽ ഇരുട്ട് പടരുന്നതുപോലെ. ഇല്ല, തളരാൻ പാടില്ല. താൻ തളർന്നാൽ അവസാനിക്കുന്നത് 2 ജീവനുകളാണ്. മാതൃത്വത്തിന്റെ കരുത്ത് ആ ക്ഷീണിച്ച കാലുകൾക്ക് വീണ്ടും ഊർജം നൽകി. ഈശ്വര, എന്റെ മക്കളെ കാക്കണേ. ആ രാക്ഷസന്മാരുടെ കയ്യിൽപ്പെടാതെ ഇവരെ എനിക്ക് രക്ഷിക്കണം. അവളുടെ ചുണ്ടുകൾ വിറയലോടെ മന്ത്രിച്ചു. കണ്ണീരും മഴവെള്ളവും ചേർന്ന് അവളുടെ മുഖത്തിലൂടെ ഒഴുകിയിറങ്ങി. അത് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒന്നായിത്തീർന്നു. എങ്ങോട്ടെന്നില്ലാത്ത ആ ഓട്ടം ഒടുവിൽ കാട്ടിന്റെ ഇരുണ്ട അതിർത്തിയിലെത്തിച്ചേർന്നു. മുന്നിൽ പേടിപ്പെടുത്തുന്ന വനത്തിന്റെ ഇരുട്ട്. പിന്നിൽ അതിലും ഭയാനകമായ ഭർത്താവിന്റെ ക്രൂരത. അവൾ ഇരുട്ടിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. കാടിന്റെ വന്യത അവളെ വിഴുങ്ങാൻ വാപിളർന്നു നിൽക്കുന്നതുപോലെ തോന്നി. കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. വള്ളിപ്പടർപ്പുകൾ അവളുടെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞു. ഓരോ അടിവയ്ക്കുമ്പോഴും ഏതോ അദൃശ്യശക്തികൾ തന്നെ തടയാൻ ശ്രമിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് ആകാശത്തെ കീറിമുറിച്ച ഒരു വലിയ മിന്നൽ പിണറിൽ അവൾ ആ കാഴ്ച കണ്ടു. കാട്ടിന്റെ ഒടുക്കത്തിൽ മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്നതുപോലെ ഒരു പഴയ കുടിൽ. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയ, ഏതു നിമിഷവും നിലംപൊത്താറായ ഒരു പ്രേതാലയം പോലെ അത് തോന്നിപ്പിച്ചു. വാതിൽ പാതി തുറന്ന നിലയിലായിരുന്നു. അതവിടെ ആരെങ്കിലും ഉണ്ടാകുമോ? അതോ ഉപേക്ഷിക്കപ്പെട്ടതാണോ? അവൾ സംശയിച്ചു. പക്ഷേ ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ ആ കുടിലിന്റെ വരാന്തയിലേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. മേൽക്കൂരയിലെ ഓലകൾ പലയിടത്തും ദ്രവിച്ചു മാറിയിരിക്കുന്നു. വിടവുകളിലൂടെ മഴവെള്ളം വീട്ടിനകത്തേക്ക് കണ്ണീരുപോലെ ഇറ്റുവീഴുന്നുണ്ട്. തറയിലാകെ നനവ്. അവളൊരു മൂലയിൽ മഴവെള്ളം വീഴാത്ത ഒരിടം കണ്ടെത്തി ചുരുണ്ടുകൂടി. തണുത്തുവിറച്ച കൈകൾ കൊണ്ട് അവൾ കുഞ്ഞുങ്ങളെ പരിശോധിച്ചു. അവർ സുഖമായി ഉറങ്ങുകയാണ്. ആ കുഞ്ഞുമുഖങ്ങളിൽ നോക്കുമ്പോൾ അവളുടെ ഉള്ളിലെ സങ്കടം ഒരു ഗദ്ഗതമായി പുറത്തുവന്നു. എന്റെ മക്കളെ, നിങ്ങൾക്കൊന്നുറങ്ങാൻ ഒരു നല്ല വീട് പോലും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അടുക്കളയെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗത്ത് കുറച്ചുണങ്ങിയ വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അവൾ കണ്ടു. തണുത്തുറഞ്ഞ വിരലുകൾ കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ തീയുണ്ടാക്കാൻ ശ്രമിച്ചു. പലതവണ പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ ചെറിയൊരു തീനാളമുയർന്നു. ആ ഇളം ചൂടും വെളിച്ചവും അവൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. പെട്ടെന്ന് നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് വാതിൽക്കലൊരു ശബ്ദം. ക്രീ. പഴയ വിജാഗിരികൾ തുരുമ്പെടുത്ത് ഞരങ്ങുന്ന ശബ്ദം. പാർവതിയുടെ രക്തം മരവിച്ചുപോയി. അവൾ ഞെട്ടിവിറച്ചു കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. രാഘർട്ടൻ, അദ്ദേഹം കണ്ടുപിടിച്ചു. അവൾ ചുമരിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. വാതിൽക്കൽ ഒരു രൂപം തെളിഞ്ഞു. മിന്നൽ വെളിച്ചത്തിൽ ആ നിഴൽ നീണ്ടു നിവർന്നു. ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ഒരാൾ. പാർവതി ശ്വാസം അടക്കിപ്പിടിച്ചു. ആ രൂപം വെളിച്ചത്തിലേക്ക് കടന്നുവന്നു. അതൊരു വൃദ്ധയായിരുന്നു. മുഖം നിറയെ ചുളിവുകൾ, നരച്ച മുടി, കൂനികൂടിയ ശരീരം.
പക്ഷേ ആ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. "ആരാ മോളെ നീ?" വൃദ്ധയുടെ ശബ്ദത്തിൽ പരിക്കൻ ഭാവമായിരുന്നില്ല, മറിച്ച് അദ്ഭുതവും അനുകമ്പയുമായിരുന്നു. പാർവതിയുടെ തൊണ്ട വരണ്ടുപോയി. വാക്കുകൾ പുറത്തേക്ക് വരാൻ മടിച്ചു. "അമ്മേ, ഞാൻ വഴിതെറ്റി വന്നതാണ്. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും തലചായ്ക്കാൻ കുറച്ച് സ്ഥലം തരണം. ഈ മഴയത്ത് ഇവരെയും കൊണ്ട് എനിക്ക് പോകാൻ വേറെ ഇടമില്ല." അവളുടെ ശബ്ദം വിറച്ചു. വൃദ്ധ മെല്ലെ നടന്ന് അവളുടെ അരികിലെത്തി. ആ കണ്ണുകൾ പാർവതിയുടെ മുഖത്തും പിന്നെ അവളുടെ മാറിലെ കുഞ്ഞുങ്ങളിലേക്കും നീണ്ടു. സ്നേഹത്തോടെ അവർ അവളുടെ തോളിൽ തട്ടി. "പേടിക്കണ്ട മോളെ, ഇതൊരു പാവപ്പെട്ടവന്റെ കുടിലാണ്. സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇവിടെ നീ സുരക്ഷിതയാണ്." വൃദ്ധയുടെ സ്പർശനം പാർവതിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം പോലെ തോന്നി. അവർ അടുപ്പിനരികിലിരുന്ന് തീയുടെ വലിപ്പം കൂട്ടി. "പക്ഷേ ഒരു കാര്യം പറ, എന്തിനാണ് ഈ പെരുമഴയത്ത് ജനിച്ചു വീണ ഈ പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് നീ ഇറങ്ങിയോടിയത്? എന്താണ് നിന്നെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്?" ആ ചോദ്യം പാർവതിയുടെ ഹൃദയത്തിലെ മുറിവുകളെ വീണ്ടും വേദനിപ്പിച്ചു. അവളുടെ നിയന്ത്രണം തെറ്റി. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. "അമ്മേ, എന്റെ കഥ, അത് കേട്ടാൽ കല്ലുകൾ പോലും കരഞ്ഞുപോകും." പാർവതിയുടെ കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീനാളത്തിൽ തറഞ്ഞുനിന്നു. അവളുടെ മനസ്സ് വേദനയുടെ പടുകുഴിയിലേക്ക് ഊളിയിട്ടു. "അമ്മേ, അച്ഛനും അമ്മയുമില്ലാത്ത ഒരു അനാഥയായിരുന്നു ഞാൻ. ബന്ധുവീടുകളിലെ അടുക്കളപ്പുറത്ത് കരിയും പുകയും കൊണ്ട് തീർന്നതായിരുന്നു എന്റെ ബാല്യം. ഒടുവിൽ അകന്ന ബന്ധുക്കളാണ് എന്നെ രാഘവേട്ടന് വിവാഹം ചെയ്തു നൽകിയത്." അവളൊന്ന് നിർത്തി ദീർഘശ്വാസം വിട്ടു. രാഘവേട്ടൻ പുറമേ കാണാൻ വലിയ മാന്യനായിരുന്നു, വെളുത്ത വസ്ത്രവും പുഞ്ചിരിക്കുന്ന മുഖവും. പക്ഷേ ആ ചിരിക്കു പിന്നിൽ ഒരു മൃഗമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ എനിക്ക് വൈകിപ്പോയി. അദ്ദേഹത്തിന് എനിക്കൊരു ഭാര്യയായിരുന്നില്ല, വെറുമൊരു അടിമ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ജാനകിയമ്മയും അതുപോലെ തന്നെ, ക്രൂരതയുടെ ആൾരൂപം. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഗൾഫിലേക്ക് പോകാനൊരുങ്ങി. ആ സമയത്താണ് എന്റെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ടെന്ന വിവരം ഞാൻ അറിയുന്നത്. അത് അദ്ദേഹത്തെ അറിയിക്കുമ്പോൾ ഞാൻ കരുതി അദ്ദേഹം സന്തോഷിക്കുമെന്ന്, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന്. പക്ഷേ പാർവതിയുടെ ശബ്ദം വിറച്ചു. ആ രംഗം അവളുടെ കൺമുന്നിൽ തെളിഞ്ഞുവന്നു. രാഘവന്റെ വീട്, മങ്ങിയ വെളിച്ചം. രാഘവൻ തയ്യാറാക്കിയ പെട്ടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. പാർവതി നാണത്തോടെ ആ വിവരം പറഞ്ഞപ്പോൾ അവന്റെ മുഖം കറുത്തു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു, കണ്ണുകളിൽ വെറുപ്പ്. "നോക്കു പാർവതി, എനിക്ക് വേണ്ടത് പെൺകുട്ടികളെയല്ല. നമ്മുടെ വംശം നിലനിർത്താൻ, എന്റെ സ്വത്തുക്കൾ നോക്കി നടത്താൻ എനിക്ക് ആൺമക്കൾ വേണം. നിന്റെ വയറ്റിൽ വളരുന്നത് പെണ്ണാണെങ്കിൽ ഓർത്തോ, അവളെയൊന്നും ഞാൻ വളർത്താൻ സമ്മതിക്കില്ല. പച്ചയ്ക്ക് കുഴിച്ചുമൂടും ഞാൻ. എന്റെ പറമ്പിൽ കളകൾ വളരാൻ ഞാൻ അനുവദിക്കില്ല." പാർവതി ഞെട്ടിപ്പോയി. "ഈശ്വരാ, പെൺകുട്ടികളും ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ രാഘവേട്ട?" രാഘവൻ അവളെ തള്ളിമാറ്റി. "എനിക്ക് വേണ്ട അനുഗ്രഹം. ഞാനിപ്പോൾ പോകും. തിരികെ വരുമ്പോഴേക്കും പ്രസവം കഴിയും. ആൺകുഞ്ഞല്ലെങ്കിൽ പിന്നെ എന്നെ നീ പാണില്ല, ആ കുഞ്ഞിനെയും." അന്നു മുതൽ എന്റെ നെഞ്ചിൽ തീയായിരുന്നു അമ്മേ. രാവും പകലും ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ പ്രസവവേദന വന്നെത്തി. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ എന്റെ കൈകളിൽ വെച്ച് തന്നത് 2 പെൺകുഞ്ഞുങ്ങളെയാണ്, ഇരട്ട കുഞ്ഞുങ്ങൾ. അവരെ കണ്ടപ്പോഴെന്റെ എല്ലാ വേദനയും ഞാൻ മറന്നു. 2 മാലാഖമാർ. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. വിവരമറിഞ്ഞ് ജാനകിയമ്മ കുട്ടികളെ ഒന്നും നോക്കാതെ കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങി രാഘവേട്ടനെ വിളിച്ചു. ഞാൻ ആ മുറിയിൽ കിടന്ന് കേട്ടു അമ്മേ. ഫോണിലൂടെ അവർ പറയുന്നത്, "രാഘവ, അവൾ പ്രസവിച്ചു. പെൺകുട്ടികളാണ്. 1 അല്ല, 2 നമ്മുടെ തറവാടിന് അപമാനമുണ്ടാക്കാൻ ഇവറ്റകളെ ഇവിടെ വെച്ചേക്കരുത്." അപ്പുറത്തു നിന്നുള്ള മറുപടി എന്താണെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു. ജാനകിയമ്മ തിരികെ വന്ന് എന്നോട് പറഞ്ഞു, "രാഘവൻ വരുന്നുണ്ട്. 5 ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ എത്തും. അവന്റെ വിസ റെഡിയാണ്. വന്നിട്ട് അവൻ തീരുമാനിച്ചോളും ഇവറ്റകളുടെ വിധി." പാർവതി തേങ്ങിക്കരഞ്ഞു. നാളെ അദ്ദേഹം വരും. വരുമ്പോഴെന്റെ കയ്യിൽ ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഇവരെ കൊല്ലും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കൂരിരുട്ടും പെരുമഴയും വകവയ്ക്കാതെ മരണം മുന്നിൽ കണ്ട് ഞാൻ ഇറങ്ങി ഓടിയത്. എന്റെ മക്കളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും പാർവതി ആകെ തളർന്നു പോയിരുന്നു. വൃദ്ധയുടെ മുഖത്ത് വലിയൊരു സഹതാപം നിഴലിച്ചു. ആ കണ്ണുകൾ നനയുന്നത് പാർവതി കണ്ടു. "കഷ്ടം തന്നെ മോളെ. സ്വന്തം ചോരയോട് ഇത്ര ക്രൂരത കാണിക്കാൻ എങ്ങനെ തോന്നുന്നു മനുഷ്യർക്ക്?" വൃദ്ധ നെടുംവീർപ്പിട്ടു. "സാരമില്ല, നീ സമാധാനിക്ക്. ഈ കാട്ടിൽ അവരാരും വരില്ല. ഈ മഴയൊന്നു മാറട്ടെ. നാളെ നേരം വെളുക്കുമ്പോൾ നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം." വൃദ്ധ മെല്ലെ എഴുന്നേറ്റു. "നിനക്കും കുഞ്ഞുങ്ങൾക്കും നല്ല വിശപ്പുണ്ടാകും. ഞാൻ കുറച്ച് ചൂട് പാലെടുത്തു തരാം. കുടിച്ച് സമാധാനമായിട്ടൊന്നുറങ്ങൂ." പാർവതിയുടെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞൊഴുകി. ദൈവമാണ് അമ്മയെ എന്റെ മുന്നിൽ എത്തിച്ചത്. വൃദ്ധ അടുക്കളയിലേക്ക് പോയി.
എന്നാൽ അടുക്കളയിലെ ഇരുട്ടിൽ ആ മുഖത്തെ ഭാവം മാറിമറിഞ്ഞു. സഹതാപം മാഞ്ഞ് അവിടെ പണത്തിനോടുള്ള ആർത്തി നിറഞ്ഞ ചിരി വിരിഞ്ഞു. തിളച്ച പാലിലേക്കൊരു പൊടി കലർത്തി. ഉറക്കഗുളികകൾ പൊടിച്ചു ചേർത്ത ബോധം കെടുത്തുന്ന മരുന്ന്. തിരികെ വന്ന വൃദ്ധ സ്നേഹത്തോടെ പാൽപാത്രം പാർവതിക്ക് നീട്ടി. "ഇന്ന മോളെ, ഇത് കുടിക്ക്, ക്ഷീണം മാറും." വിശന്നു വലഞ്ഞ പാർവതി സംശയലേശമന്യ ആ പാല് വാങ്ങി കുടിച്ചു. ചൂടുള്ള പാൽ തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോൾ വലിയൊരാശ്വാസം തോന്നി. കുഞ്ഞുങ്ങളെ മാറോടണച്ചവൾ കിടന്നു. "ഇനി പേടിക്കാനില്ലല്ലോ," അവൾ സ്വയം പറഞ്ഞു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു തുടങ്ങി. തലയ്ക്കുള്ളിലൊരു പെരുപ്പ്. കൈകാലുകൾ തളരുന്നു. "അമ്മേ, എനിക്ക് വല്ലാത്തൊരു..." അവൾക്ക് വാചകം മുഴുമിപ്പിക്കാനായില്ല. കാഴ്ച മങ്ങി. അവസാനമായി അവൾ കണ്ടത് ഇരുട്ടിൽ തിളങ്ങുന്ന വൃദ്ധയുടെ കണ്ണുകളായിരുന്നു. പിന്നെ എല്ലാം ഇരുട്ടിലായി. സമയം പാതിരാത്രി. പെട്ടെന്ന് കുടിലിന്റെ വാതിൽ ആഞ്ഞു തുറക്കപ്പെട്ടു. ഒരു ടോർച്ചിന്റെ ശക്തമായ വെളിച്ചം അകത്തേക്ക് കടന്നുവന്നു. ആ വെളിച്ചം ഉറങ്ങിക്കിടക്കുന്ന പാർവതിയുടെ മുഖത്ത് പതിച്ചു. പിന്നാലെ ചെളിപുരണ്ട ബൂട്ടുകൾ തറയിൽ അമരുന്ന ശബ്ദം. രാഘവൻ. മഴ നനഞ്ഞ് ഒരു വേട്ടമൃഗത്തെപ്പോലെ അവൻ അകത്തേക്ക് കയറി. അവന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരിയുണ്ടായിരുന്നു. കൃത്യസമയത്ത് വിവരമറിയിച്ചത് നന്നായി, രാഘവൻ വൃദ്ധയെ നോക്കി പറഞ്ഞു. "ഞാൻ പറഞ്ഞാൽ വാക്കു പാലിച്ചിരിക്കും." വൃദ്ധ എഴുന്നേറ്റു. "എന്റെ കൂലി?" രാഘവൻ പോക്കറ്റിൽ നിന്ന് പണത്തിന്റെ ഒരു കെട്ട് വലിച്ചെടുത്ത് വൃദ്ധയുടെ മുഖത്തേക്കെറിഞ്ഞു. നോട്ടുകൾ തറയിൽ ചിതറിവീണു. ഒരു ഭ്രാന്തിയെപ്പോലെ വൃദ്ധ അത് പെറുക്കിയെടുക്കാൻ തുടങ്ങി. "എടുത്തോണ്ടുപോയിക്കോ, ആരും അറിയണ്ട. അവളിനി ഉച്ചവരെ എഴുന്നേൽക്കില്ല." രാഘവൻ പാർവതിയുടെ അടുത്തേക്ക് നടന്നു. ഉറക്കത്തിൽ അവൾ കുഞ്ഞുങ്ങളെ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ ബലമായി ആ കൈകൾ വിടുവിച്ചു. പാർവതി ഒന്ന് ഞരങ്ങിയെങ്കിലും മയക്കത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവൾക്കുണരാനായില്ല. ഒരു ദയവുമില്ലാതെ അവൻ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കോരിയെടുത്തു. അമ്മയുടെ ചൂട് നഷ്ടപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് കരയാൻ തുടങ്ങിയെങ്കിലും രാഘവന്റെ കൈയിലെ മുറുക്കത്തിൽ ആ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. അവൻ അവസാനമായി പാർവതിയെ ഒന്ന് നോക്കി. "നീ ഇവിടെ കിടന്ന് തീർന്നോ?" കുഞ്ഞുങ്ങളുമായി അവൻ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി. വാതിൽ മലർക്കി തുറന്നു കിടന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് വീശിയടിച്ചു. ആ കൂരയ്ക്കുള്ളിൽ അവശേഷിച്ച പാർവതിയുടെ മണം പോലും അത് മായ്ച്ചു കളഞ്ഞു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞുപോയിരുന്നു. കാടിനോട് ചേർന്ന് കിടക്കുന്ന ശ്മശാനഭൂമി. അവിടെ മരണത്തിന്റെ മരവിപ്പിക്കുന്ന തണുപ്പ് തങ്ങി നിന്നിരുന്നു. ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുപിടിച്ച ചെടികൾക്കിടയിൽ നിന്ന് ചീവീടുകളുടെ അസഹനീയമായ ശബ്ദം മാത്രം കേൾക്കാം. ദൂരെ എവിടെയോ ഒരു മൂങ്ങയുടെ അമരലും. ജാനകിയമ്മ അവിടെ അക്ഷമയോടെ കാത്തുനിൽക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ മൂർച്ചയുള്ള ഒരു മൺവെട്ടിയുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവർ ഇരുളിലേക്ക് നോക്കി പിറുപിറുത്തു. "ഇവനിതെവിടെ പോയി? നേരം വെളുക്കുന്നതിന് മുൻപ് തീർക്കാനുള്ളതാണ്." അല്പസമയത്തിനകം ഇരുളിൽ നിന്നൊരു രൂപം തെളിഞ്ഞുവന്നു. രാഘവൻ. അവന്റെ 2 കൈകളിലും ഓരോ ജീവനുകൾ. അവൻ അരികിലെത്തിയതും ജാനകി അമ്മയുടെ മുഖത്ത് ആശ്വാസം കണ്ടു. പക്ഷേ ആ ആശ്വാസത്തിൽ ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. "വൈകിക്കണ്ട രാഘവ, ആരെങ്കിലും കാണുന്നതിനു മുൻപ് തീർക്കണം. കുഴിയെടുക്ക്." അമ്മ മൺവെട്ടി മകന്റെ നേരെ നീട്ടി. രാഘവൻ കുഞ്ഞുങ്ങളെ നനഞ്ഞ പുല്ലിലേക്ക് വെച്ചു. തണുത്ത കാറ്റും മഞ്ഞുമേറ്റപ്പോൾ മയക്കത്തിലായിരുന്ന കുഞ്ഞുങ്ങൾ മെല്ലെ അനങ്ങാൻ തുടങ്ങി. രാഘവൻ മൺവെട്ടി വാങ്ങി ആവേശത്തോടെ മണ്ണുവെട്ടി മാറ്റാൻ തുടങ്ങി. ഓരോ തവണ മൺവെട്ടി താഴേക്ക് വീഴുമ്പോഴും അവന്റെ മുഖത്ത് വന്യമായ ഒരു ആവേശം നിറഞ്ഞു നിന്നു. "ഇന്നു തീരും എന്റെ ബാധ്യതകൾ, പെൺമക്കൾ, എന്റെ സ്വത്ത് നശിപ്പിക്കാൻ വന്ന ശനിദോഷങ്ങൾ." കുഴിക്ക് ആഴം കൂടി വന്നു. തണുപ്പ് അസഹനീയമായപ്പോൾ കുഞ്ഞുങ്ങൾ ഉണർന്നു. അവരുടെ തൊണ്ടയിൽ നിന്ന് നേർത്ത കരച്ചിലുയർന്നു. "അമ്മേ" എന്ന് വിളിക്കാൻ പോലും ആകാത്ത ആ പിഞ്ചു ചുണ്ടുകൾ വിറച്ചു. ആ കരച്ചിൽ കേട്ടപ്പോൾ രാഘവൻ ഒന്ന് നിർത്തി. പക്ഷേ മനസ്സലിവുകൊണ്ടായിരുന്നില്ല. "കരയടി, അവസാനമായി കരഞ്ഞോ?" യവൻ പുച്ഛത്തോടെ പറഞ്ഞു. "നിന്റെ അമ്മയെപ്പോലെ തന്നെ ഒച്ചയുണ്ടാക്കാൻ ജനിച്ച ജന്മങ്ങൾ." ജാനകിയമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു. "നോക്കി നിൽക്കാതെ വേഗം തീർക്ക് രാഘവ, ആരെങ്കിലും ആ ശബ്ദം കേൾക്കും." രാഘവൻ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ആഴമേറിയ ആ കുഴിയിലേക്ക് എടുത്തുവച്ചു. മണ്ണിൽ കിടന്നവർ കൈകാലിട്ടടിച്ചു. അവരുടെ നിഷ്കളങ്കമായ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷേ ആ ഇരുട്ടിൽ അവർക്ക് സ്വന്തം അച്ഛന്റെയും മുത്തശ്ശിയുടെയും മുഖം രാക്ഷസരൂപങ്ങളായിട്ടുണ്ടാകാം. രാഘവൻ മൺവെട്ടി നിറയെ മണ്ണെടുത്തു. ഒട്ടുമറച്ചു നിൽക്കാതെ അവനത് കുഴിയിലേക്ക് തട്ടി. മണ്ണ് ദേഹത്ത് വീണതും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഉച്ചത്തിലായി. പക്ഷേ അടുത്ത നിമിഷം അടുത്ത മൺകൂന അവരുടെ മേൽ വീണു. കരച്ചിൽ മെല്ലെ മെല്ലെ നേർത്തുവന്നു. മണ്ണിനടിയിൽ നിന്ന് അവസാനമായി ഒരു വിങ്ങൽ കേട്ടു. പിന്നെ
എല്ലാം നിശബ്ദമായി. ആ പിഞ്ചുശ്വാസങ്ങൾ മണ്ണിനടിയിൽ എന്നേക്കുമായി നിലച്ചു. രാഘവൻ കുഴി പൂർണ്ണമായും മൂടി. എന്നിട്ടും മതിവരാതെ അവൻ അതിനു മുകളിൽ കയറി നിന്ന് മണ്ണ് ചവിട്ടി ഉറപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് കൈതട്ടി അവൻ അമ്മയെ നോക്കി ചിരിച്ചു. ഒരു വലിയ വിജയം നേടിയതുപോലെ. ഇനി പേടിക്കാനില്ലമ്മേ, എല്ലാം മണ്ണോട് ചേർന്നു. ജാനകിയമ്മ അവന്റെ തോളിൽ തട്ടി. നന്നായി, ഇനി നമുക്ക് പോകാം, നേരം വെളുക്കാറായി. ആ ശ്മശാനഭൂമിയിൽ 2 പിഞ്ചാത്ലാക്കളെ ഉപേക്ഷിച്ച് മനസാക്ഷി മരവിച്ച ആ അമ്മയും മകനും തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങി. അപ്പോഴും ആ പുതുമണ്ണിനു മുകളിൽ ഒരു തുള്ളി മഴവെള്ളം കണ്ണീരുപോലെ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. നേരം വെളുത്തു. കാടിനു മുകളിലൂടെ സൂര്യൻ ഉദിച്ചുയർന്നു. പക്ഷികളുടെ കളകളാരവം ആ കുടിലിനെ ഉണർത്തി. മനോഹരമായ ഒരു പ്രഭാതം, പക്ഷെ അതിൽ വലിയൊരു ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. മയക്കം വിട്ടുണർന്ന പാർവതി മെല്ലെ കണ്ണുകൾ തുറന്നു. തലയ്ക്ക് വല്ലാത്ത ഒരു ഭാരം. കുഞ്ഞുങ്ങൾ. അവരുടെ മനസ്സാദ്യം തെരഞ്ഞത് അവരെയാണ്. അവൾ വേച്ചെഴുന്നേറ്റു. തൊട്ടിലായി അവൾ ഒരുക്കിവെച്ചിരുന്ന തുണിക്കെട്ടിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ശ്വാസം നിലച്ചുപോയി. അത് ശൂന്യമാണ്. കുഞ്ഞുങ്ങളില്ല. മക്കളെ, അവൾ അലറി വിളിച്ചു. ശബ്ദം കുടിലിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവൾ ചുറ്റും പരന്തി. അമ്മേ, ആ വൃദ്ധ എവിടെ? കുടിൽ വിജനമായിരുന്നു. അടുപ്പിലെ തീ അണഞ്ഞിരിക്കുന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന പണത്തിന്റെ നോട്ടുകൾ കണ്ട് അവൾ ഞെട്ടി. എന്താണ് സംഭവിച്ചത്? ഒരു കൊള്ളിമീൻ പോലെ ഒരു സത്യം അവളുടെ മനസ്സിൽ മിന്നി. ചതി. രാഘവന്റേട്ടൻ. അവൾ ഭ്രാന്തിയെപ്പോലെ പുറത്തേക്ക് ഓടി. കാലിലെ മുറിവുകൾ അവൾ അറിഞ്ഞില്ല. കാട് മുഴുവൻ അവൾ അലഞ്ഞു. മക്കളെ, ആരെങ്കിലും എന്റെ മക്കളെ കണ്ടോ? മരങ്ങൾ മാത്രം മറുപടി നൽകാതെ നിന്നു. എങ്ങോട്ടില്ലാതെ ഓടിയ അവൾ ഒടുവിൽ ഉച്ചയോടെ അണച്ചുകിതച്ച് രാഘവന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി. മുടിയഴിച്ചിട്ട ചെളിപുരണ്ട ഭ്രാന്തിയെപ്പോലെയുള്ള അവളുടെ കോലം കണ്ട് അയൽക്കാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. വീടിന്റെ പൂമുഖത്ത് ചാരുകസേരയിൽ കാൽ നീട്ടിയിരുന്നു പത്രം വായിക്കുകയായിരുന്നു രാഘവൻ. മുഖത്തൊരു വിജയഭാവം. ജാനകിയമ്മ വാതിൽക്കൽ നിൽപ്പുണ്ട്. പാർവതി ഓടിച്ചെന്ന് രാഘവന്റെ കാലിൽ വീണു. എവിടെ? എന്റെ മക്കളെ എന്തു ചെയ്തു നിങ്ങൾ? അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. രാഘവൻ പത്രം മടക്കിവെച്ച് അവളെ പുച്ഛത്തോടെ നോക്കി. ഓ, നീ ഉണർന്നോ? ഞാൻ കരുതി നീ അവിടെ കിടന്ന് ചത്തുവെന്ന്. പാർവതി അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. പറയൂ, എന്റെ മക്കൾ എവിടെ? രാഘവൻ ബലമായി അവളെ തള്ളിമാറ്റി. അവൾ മുറ്റത്തെ കല്ലിലേക്ക് തെറിച്ചു വീണു. നെറ്റിപൊട്ടി ചോരയൊലിച്ചു. അയാൾ എഴുന്നേറ്റ് ക്രൂരമായ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നുവന്നു. നിനക്ക് നിന്റെ മക്കളെ കാണണോ? അവർ ഇപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്, മണ്ണിനടിയിൽ. ആ വാക്കുകളുടെ അശനിപ്പാദം പോലെയാണ് പാർവതിയുടെ നെഞ്ചിൽ പതിച്ചത്. മണ്ണിനടിയിലോ? അതേടി, രാഘവൻ അലറി. ഈ കൈകൾ കൊണ്ട് ഞാൻ അവരെ കുഴിച്ചുമൂടി, ജീവനോടെ. ആൺകുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത എന്റെ തറവാടിന് അപമാനമുണ്ടാക്കിയ നിനക്കുള്ള ശിക്ഷ ഇതാണ്. ജാനകിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല പാർവതി, എല്ലാം കഴിഞ്ഞു. പാർവതിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. എന്റെ കുഞ്ഞുങ്ങളെ, പച്ചയ്ക്ക്. അവൾക്ക് ശ്വാസം കിട്ടിയില്ല. ഈശ്വരാ എന്നൊരു നിലവിളി ഉയർത്തി അവൾ ബോധനഷ്ടയായി മണ്ണിലേക്ക് വീണു. ഒരു സഹതാപവും തോന്നാതെ രാഘവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ചു. ഇവളെ ഇവിടെ വെച്ചേക്കണ്ട, ആരും കാണാത്ത ഇരുട്ടുമുറിയിൽ കിടക്കട്ടെ. അയാൾ അവളെ വീടിന്റെ പുറകിലെ വിറകുപുരയ്ക്കോട് ചേർന്നുള്ള ഇരുട്ടുമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ബോധനഷ്ടയായ ആ ശരീരം ഉള്ളിലേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ പുറത്തുനിന്ന് വാതിലടച്ചു കുട്ടിയിട്ടു. ആ ഇരുട്ടിൽ തകർന്നുപോയ ഒരമ്മയുടെ ജീവിതം എന്നേക്കുമായി പൂട്ടിയിട്ടു. കാലചക്രം തിരിഞ്ഞു. രാഘവന്റെ വീടിനു മുകളിൽ ഒരു കരിനിഴൽ വീഴാൻ തുടങ്ങിയിരുന്നു. പാർവതിയുടെ കണ്ണുനീർ ആ മണ്ണിൽ വീണ്ട ഓരോ തുള്ളിയും ഒരു ശാപമായി മാറി. ആ വീട്ടിൽ പിന്നീട് സന്തോഷമുണ്ടായിട്ടില്ല. എന്നും കലഹങ്ങളും രോഗങ്ങളും മാത്രം. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഗ്രാമത്തിൽ അസഹനീയമായ ഒരു ദുർഗന്ധം പരന്നു. കാറ്റിലൊഴുകിയെത്തിയ ആ നാറ്റം ശവത്തിൻ്റേതായിരുന്നു. ആളുകൾ മൂക്കുപൊത്തിക്കൊണ്ട് പുറത്തിറങ്ങി. കാക്കകളും കഴുകന്മാരും രാഘവന്റെ വീടിനു മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. വാതിൽ പൊളിക്കൂ, ആരോ വിളിച്ചു പറഞ്ഞു. അവർ വാതിൽ തള്ളിത്തുറന്നു. അകത്തേക്ക് കയറിയ കാഴ്ച കണ്ട് ഏറ്റവും ധൈര്യശാലിക്ക് പോലും പിടിച്ചു നിൽക്കാനായില്ല. വിശാലമായ ഹാളിൽ ചാരുകസേരയിൽ രാഘവനിരിക്കുന്നു. നിലത്ത് ജാനകിയമ്മയും. പക്ഷേ അതൊരു സാധാരണ മരണമായിരുന്നില്ല. അവർ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എന്നാൽ ശരീരമഴുകിയതിലും ഭയാനകമായിരുന്നു ആ കാഴ്ച. അവരുടെ ശരീരമാസകലം വലിയ വ്രണങ്ങൾ പൊട്ടിയിരുന്നു.
ആയിരക്കണക്കിന് പുഴുക്കൾ ആ വ്രണങ്ങളിൽ നിന്ന് നുരച്ചു പൊന്തുന്നു. കണ്ണുകൾ രണ്ടും കുഴിയിലേക്ക് താഴ്ന്ന് തുറിച്ചു പിടിച്ചിരിക്കുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് എന്തോ അതിഭീകരമായ കാഴ്ച കണ്ട് ഭയന്നതുപോലെ ആ കണ്ണുകളിൽ മരണം തളം കെട്ടി നിന്നിരുന്നു. ഉറുമ്പുകൾ അവരുടെ വായിലൂടെയും മൂക്കിലൂടെയും വരിവരിയായി പോകുന്നു. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരം അഴുകിത്തുടങ്ങിയതിന്റെ ലക്ഷണങ്ങൾ അവിടെ കണ്ടു. ദൈവമേ! കൂട്ടത്തിലൊരാൾ നിലവിളിച്ചു. സ്വന്തം മക്കളെ പച്ചയ്ക്ക് കുരിച്ചു മൂടിയ കൈകളല്ലേ ഇത്? ആ കൈകളാണ് ആദ്യം പുഴുത്തത്. ഇതെന്ത് മരണം! ചെയ്ത പാപങ്ങൾക്ക് ഇത്ര വലിയ ശിക്ഷയോ? ആ ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ വലിയൊരു മൂർഖൻ പാമ്പ് രാഘവന്റെ കാലിനടിയിലൂടെ ഇഴഞ്ഞു നീങ്ങി. കണ്ടുനിന്നവരുടെ രക്തം മരവിച്ചു. അപ്പോഴാണ് മരണതുല്യമായ ആ നിശബ്ദതയിൽ വീടിന്റെ പിൻഭാഗത്തുനിന്ന് ഒരു നേരിയ ഞരക്കം കേട്ടത്. അവിടെ ആരെങ്കിലുമുണ്ടോ? നാട്ടുകാർ വിറകുപുരയുടെ ഭാഗത്തേക്കോടി. ആ ഇരുട്ടിമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുരുമ്പെടുത്ത പൂട്ട് അവർ കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച കരൾ അലിയിക്കുന്നതായിരുന്നു. ആ ഇരുട്ടുമുറിയിൽ ഒരു മൂലയിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു രൂപം, എല്ലും തോലുമായി മാറിയ പ്രേതരൂപം പോലെയുള്ള പാർവതി. അവളുടെ മുടി ജടപിടിച്ച് നീണ്ടിരുന്നു. വസ്ത്രങ്ങൾ ദ്രവിച്ച് കീറിപ്പറഞ്ഞിരുന്നു. വെളിച്ചം കണ്ടപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വെള്ളം, ഇത്തിരി വെള്ളം എന്ന് അവളുടെ വരണ്ട തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തുവന്നു. നാട്ടുകാർ അവളെ താങ്ങിയെടുത്ത് പുറത്തെറ്റിച്ചു. വെള്ളം കൊടുത്തു. ചങ്ങലകൾ അറുത്തുമാറ്റി. ബോധം തെളിഞ്ഞ പാർവതി മെല്ലെ എഴുന്നേറ്റു. അവൾ നേരെ ഹാളിലേക്ക് നടന്നു. അവിടെ പുഴുക്കൾ അരിച്ചുകൊണ്ടിരിക്കുന്ന രാഘവന്റെയും ജാനകി അമ്മയുടെയും മൃതദേഹങ്ങൾക്ക് മുന്നിൽ അവൾ നിന്നു. അവൾ കരഞ്ഞില്ല. ആ കണ്ണുകളിൽ പഴയ ഭാവമായിരുന്നില്ല. ഒരു ദേവതയുടെ ഉഗ്രരൂപം പോലെ അവളെ തോന്നിപ്പിച്ചു. അവൾ ആ ശവങ്ങളെ നോക്കിയൊന്ന് ചിരിച്ചു. ഭ്രാന്തമായ എന്നാൽ നീതി ലഭിച്ചവളുടെ ചിരി. അവൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി. കണ്ടോ ഈശ്വരാ, എന്റെ കുഞ്ഞുങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയപ്പോൾ ഇവർ ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതേ മണ്ണ് ഇവരെ തിന്നു തീർക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടിയവർക്ക് ഇതിനും വലിയ ശിക്ഷ കിട്ടാനില്ല. ഇത് വിധിയാണ്, ദൈവത്തിന്റെ കോടതിയിലെ വിധി. അവളുടെ ശബ്ദം ആ വീട് മുഴുവൻ മുഴങ്ങി. കണ്ടുനിന്നവർ ഭയത്തോടെ തലകുനിച്ചു. അത് വെറുമൊരു സ്ത്രീയുടെ വാക്കുകളായിരുന്നില്ല, നീതിപീഠത്തിന്റെ തീർപ്പായിരുന്നു. രാഘവന്റെയും ജാനകിയമ്മയുടെയും മൃതദേഹങ്ങൾ ആരും തൊടാൻ കൂട്ടാക്കിയില്ല. സ്വന്തം ചോരയോട് കൊടും ക്രൂരത കാണിച്ച ആ കൈകളിൽ സ്പർശിച്ചാൽ പാപം പകരുമെന്ന് നാട്ടുകാർ ഭയന്നു. ഒടുവിൽ ആ ശവങ്ങൾ അഴുകി ദ്രവിച്ചു ദുർഗന്ധം സഹിക്കാനാവാതെ വന്നപ്പോൾ ചിലർ ചേർന്ന് നീളമുള്ള മുളവടികൾ കൊണ്ട് അത് കെട്ടിവലിച്ച് ദൂരെ ഒരു കുഴിയെടുത്ത് മൂടുകയായിരുന്നു. ഒരു കർമ്മങ്ങളും നടന്നില്ല. ആരും ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല. മണ്ണുപോലും അറപ്പോടെയാണ് ആ ജഡങ്ങൾ ഏറ്റുവാങ്ങിയത്. അവർ മണ്ണോട് ചേർന്നെങ്കിലും പാർവതി, അവൾ ജീവിക്കുന്നൊരു രക്തസാക്ഷിയായി അവശേഷിച്ചു. ആ ഇരുട്ടുമുറിയിലെ ഏകാന്തവാസവും മക്കളുടെ ദാരുണമായ അന്ത്യവും അവളുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിരുന്നു. ആ ചങ്ങലകളിൽ നിന്ന് മോചിതയായെങ്കിലും ഓർമ്മകളുടെ തടവറയിൽ നിന്ന് അവൾക്ക് പുറത്തു കടക്കാനായില്ല. അവൾ ആ ഗ്രാമത്തിലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു. കാണുന്നവരോടെല്ലാം അവൾക്കൊന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ: എന്റെ മക്കളെ കണ്ടോ? 2 പൊന്നുമക്കൾ, ഇരട്ടക്കുട്ടികളാണ്. ഉറങ്ങിക്കിടന്നപ്പോൾ ആരെങ്കിലും എടുത്തോണ്ടു പോയോ? ആ ചോദ്യം കേട്ട് ഗ്രാമവാസികളുടെ നെഞ്ചു നീറി. ചിലർ അവൾക്ക് ഭക്ഷണം നൽകാൻ ശ്രമിച്ചു. പക്ഷെ അവൾ അതൊന്നും കണ്ടില്ല. വിശപ്പും ദാഹവും അവൾ അറിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ എപ്പോഴും ദൂരേക്ക് ഉറ്റുനോക്കിയിരുന്നു. കാറ്റിന് ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവൾ ഓടിച്ചെല്ലുന്നു. മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെല്ലും. അത് വെറും കാറ്റാണെന്ന് കണ്ടപ്പോൾ അവൾ തളർന്നിരിക്കും. അവൾ പലപ്പോഴും ആ ശ്മശാനത്തിനടുത്തേക്ക് പോകും. അവിടെ മണ്ണിൽ മാന്തിപ്പൊളിക്കും. അമ്മ വന്നിടാ, അമ്മ വന്നിടാ, ശ്വാസം മുട്ടുന്നുണ്ടോ മക്കളെ എന്നു പറഞ്ഞവൾ മണ്ണിൽ കിടന്നുരുളും. ആ കാഴ്ച കണ്ട് കല്ലുകൾ പോലും കരഞ്ഞുപോയി. ഇതിനിടയിൽ ആ കാട്ടിലെ വൃദ്ധയ്ക്കും കാലം കണക്ക് ചോദിച്ചു. പാർവതിയുടെ വിശ്വാസം വഞ്ചിച്ച് പണത്തിനു വേണ്ടി കൂട്ടുനിന്ന ആ കൈകൾക്ക് പ്രകൃതി തന്നെ ശിക്ഷ നൽകി. വിറകുകീറാൻ കാട്ടിൽ പോയ ആ വൃദ്ധയെ വഴിതെറ്റി വന്ന ഒരു കാട്ടാന ചവിട്ടിമെതിച്ചു. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്നഭിന്നമായ ആ ശരീരം കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞു: ചതിയുടെ ശമ്പളം മരണം തന്നെ. മാസങ്ങൾ കടന്നുപോയി. ഒരു പേമാരിയുള്ള രാത്രി. പാർവതിയെ കാണാതായിട്ട് ദിവസങ്ങളായിരുന്നു. മഴ മാറിയ പിറ്റേന്ന് രാവിലെ കാട്ടിന്റെ അതിരിലുള്ള ആ ശ്മശാനത്തിൽ നാട്ടുകാർ അവളെ കണ്ടെത്തി. രാഘവൻ കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയ ആ മൺകൂനയ്ക്ക് മുകളിൽ
അവൾ കൈകൾ വിരിച്ചുപിടിച്ച് കിടക്കുന്നു. അവളുടെ ശരീരം തണുത്തുറഞ്ഞിരുന്നു. പക്ഷേ ആ മുഖത്ത് അപ്പോൾ ഭ്രാന്തിന്റെ ലാഞ്ചനയില്ലായിരുന്നു. മറിച്ചൊരു ശാന്തമായ പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. നഷ്ടപ്പെട്ട തന്റെ മക്കളെ ഒടുവിൽ തിരികെ കിട്ടിയതുപോലെ മരണത്തിലൂടെ അവൾ തന്റെ കുഞ്ഞുങ്ങളിലേക്ക് നടന്നുപോയി. കാലം പിന്നെയും ഏറെ ഒഴുകിപ്പോയപ്പോൾ രാഘവന്റെ ആ വലിയ വീടിന്ന് മണ്ണോട് ചേർന്നൊരു പാഴ്ത്തിട്ടയായി മാറിയിരിക്കുന്നു. അവിടെ ആരും പോകാറില്ല. പകൽ പോലും സൂര്യപ്രകാശം വീഴാൻ മടിക്കുന്ന ഒരിടമായി അത് മാറി. ആ ശ്മശാനഭൂമിയിൽ പാർവതിയും മക്കളും ഉറങ്ങുന്നിടത്ത് ഒരസാധാരണമായ ചെടി വളർന്നു പന്തലിച്ചിട്ടുണ്ട്. രാത്രികളിൽ മാത്രം വിരിയുന്ന രക്തനിറമുള്ള പൂക്കളുള്ള ഒരു ചെടി. ഇന്നും ആ ഗ്രാമത്തിൽ കർക്കടകമാസത്തിലെ പേമാരി പെയ്യുന്ന രാത്രികളിൽ കാറ്റിലൂടെ ഒഴുകിവരുന്ന ഒരു തേങ്ങൽ ഗ്രാമവാസികൾ കേൾക്കാറുണ്ടത്രേ. ചിലപ്പോൾ അതൊരു താരാട്ടുപാട്ട് പോലെ തോന്നും. മണ്ണിനടിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ പാർവതി പാടുന്ന സ്നേഹത്തിന്റെ ഈനം. മറ്റു ചിലപ്പോൾ അതൊരു ഹൃദയം പിളർക്കുന്ന നിലവിളിയായി മാറും. ആൺകുട്ടികൾ വേണമെന്ന ദുരാഗ്രഹത്തിനിരയാക്കപ്പെടുന്ന, ജനിക്കും മുമ്പ് കൊല്ലപ്പെടുന്ന ഓരോ പെൺകുഞ്ഞിനും വേണ്ടിയുള്ള പ്രതിഷേധത്തിന്റെ ശബ്ദമാണത്. ആ ഗ്രാമത്തിലെ മുത്തശ്ശിമാർ പേരക്കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞുകൊടുക്കാറുണ്ട്. വെറുമൊരു പ്രേതകഥയായല്ല, മറിച്ച് പ്രകൃതിയുടെ നീതിയുടെ കഥയായി. നിഷ്കളങ്കരുടെ കണ്ണീർ വീണ മണ്ണിൽ പാപം ചെയ്തവർക്ക് ദൈവത്തിന്റെ കോടതിയിൽ എപ്പോഴും വിധി നടപ്പിലാക്കപ്പെടുമെന്നതിന്റെ സാക്ഷ്യപത്രമായി. ശാപം പെയ്യുന്ന ആ രാത്രിയുടെ ഓർമ്മകൾ ഇന്നും അവിടെ ജീവിക്കുന്നു. അനീതിക്കെതിരെ പെൺകുഞ്ഞുങ്ങളുടെ ജീവനു വേണ്ടി കാലം കാത്തുവെച്ച് കണ്ണീർ കാവ്യമായി പാർവതി ഇന്നും ആ ഗ്രാമത്തിന്റെ നോവായി തുടരുന്നു.